തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ വൈകിയതിനെ തുടർന്ന് വൃദ്ധ മരിച്ചതായി ആരോപണം. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുളത്തൂർ സ്വദേശി ഗിരിജകുമാരിയാണ് മരിച്ചത്. ഡോക്ടർ രക്തപരിശോധനയ്ക്ക് നിർദ്ദേശിച്ചെങ്കിലും സാമ്പിൾ എടുക്കാൻ തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും നഴ്സുമാർ തയ്യാറായില്ലെന്നാണ് ആരോപണം. പ്രജിത്ത് മോഹനൻ ചേരുന്നു തിരുവനന്തപുരത്തു നിന്നും. പ്രജിത്ത്, എന്തായാലും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് അലംഭാവം ഉണ്ടായി എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. എന്താണ് നിജസ്ഥിതി പ്രജിത്ത്? ഇപ്പോൾ ആനന്ദ് നമ്പ്യാർ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഈ കുടുംബത്തോട് സംസാരിച്ച സമയത്ത് അവർ പറയുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 3 മണിയോടെ ആശുപത്രിയിലെത്തുന്നു. അവിടെ കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിക്കുന്നു. നെഞ്ചുവേദനയെ തുടർന്നാണ് അവിടെ എത്തിച്ചത്. തുടർന്ന് ECG ടെസ്റ്റ് നടത്തുന്ന സമയത്ത് പരിശോധനയിൽ വേരിയേഷൻ ഉണ്ടായി എന്നുള്ളതാണ് കണ്ടെത്തിയത്. തുടർന്ന് ഡോക്ടർ ഒരു രക്തപരിശോധനയ്ക്ക് നിശ്ചയിക്കുന്നു. തുടർ ചികിത്സ അതിനുശേഷം എന്ന രീതിയിൽ നിലപാട് സ്വീകരിക്കുന്നു. തുടർന്ന് നേഴ്സുമാരെടുത്ത് അവിടെ ഉണ്ടായിരുന്ന നേഴ്സുമാരിൽ പലയിടത്തും ഈ രീതിയിൽ രക്തപരിശോധന നടത്താൻ അല്ലെങ്കിൽ അതിന് സാമ്പിൾ എടുക്കാൻ ബന്ധുക്കളടക്കമുള്ളവർ ആവശ്യപ്പെടുന്ന സമയത്ത് അവർ അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കുടുംബം പ്രധാനമായും ആരോപിക്കുന്നത്. ഇത് ഏറെ നേരം ഇങ്ങനെ പലതവണയായി അവർ ഈ നേഴ്സുമാരുടെ അടുത്ത് പോയി ഈ രക്തപരിശോധന എടുക്കണം, സാമ്പിൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾക്കറിയാം എപ്പോൾ രക്തം എടുക്കണമെന്നുള്ളത്, ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തോളാം, നിങ്ങൾ മിണ്ടാതിരിക്കും എന്ന രീതിയിലുള്ളൊരു മറുപടി അവർക്ക് നൽകുന്നു. തുടർച്ചയായി ഇത് തന്നെ സംഭവിക്കുന്നു. അങ്ങനെ പക്ഷേ അവിടെ ഒരു ആശുപത്രി ആയതുകൊണ്ട് തന്നെ ബന്ധുക്കൾ ആ രീതിയിലുള്ളൊരു പ്രതിഷേധത്തിലേക്കൊന്നും ആ സമയത്ത് പോയില്ല. പിന്നീട് ACR ലാബിൽ നിന്നുള്ള ആളുകളെടുത്തും ഈ രീതിയിൽ പരിശോധന നടത്താൻ ബന്ധുക്കൾ ഈ സാമ്പിൾ എടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവർ അതിന് തയ്യാറാകുന്നില്ല. അവർ തന്നെ നൽകിയൊരു മറുപടി വളരെ വിചിത്രമാണ്. അതായത് തങ്ങൾക്ക് സ്റ്റെപ്പ് കയറി വന്ന് അവിടെ സാമ്പിൾ എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ ബന്ധുക്കളോട്, ഈ മരിച്ച ഗിരിജകുമാരിയുടെ മകനോടൊക്കെ പറയുന്നത്. അങ്ങനെ ഏറെ മണിക്കൂറുകൾ പിന്നെയും വൈകുന്നു. അതിനുശേഷം രാത്രി 12 മണിക്ക് ശേഷം ഒരു കാർഡിയോളജി ഡോക്ടർ വീണ്ടും എത്തി വളരെ നിർബന്ധപൂർവ്വം ആവശ്യപ്പെടുമ്പോഴാണ് നേഴ്സുമാർ ഇങ്ങനെ ഈ സാമ്പിൾ എടുക്കാൻ തയ്യാറാകുന്നത് എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. അങ്ങനെ ഏറെ മണിക്കൂറുകൾ ഈ പരിശോധനയൊക്കെ വൈകിയത് കൊണ്ട് ചികിത്സ വൈകി എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആരോപണം. വളരെ ഗുരുതരമായ ആരോപണം തന്നെയാണ്. ചേട്ടൻ ഇവിടെ ബന്ധുവല്ലേ, എന്താ സംഭവിച്ചതെന്നുള്ളത്? ഇവിടെ വീണുപോയി. ഉച്ചയ്ക്ക് കുഴഞ്ഞു കിടക്കായിരുന്നു. എടുക്കാൻ തന്നെ പറ്റില്ല. പിന്നെ നമ്മൾ 2-3 പേരെ എടുത്തിട്ട് ചെയറിലങ്ങനെ ചാരി ഇരുത്തിയിട്ട് ഇരിക്കില്ല, ഭയങ്കര പിടക്കി കിടന്നു. അപ്പം പെട്ടെന്ന് പിന്നെ ആംബുലൻസ് വിളിച്ചാൽ ലേറ്റ് ആവുമെന്നും പറഞ്ഞ് അപ്പോഴേ തന്നെ നമ്മൾ കാറിൽ കയറ്റി നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് അവർ അവിടെ കൊണ്ടുവന്ന് കാഷ്വാലിറ്റി കയറ്റിയിട്ട് അവരെന്തോ അപ്പോഴൊരു ചെറിയ ഇഞ്ചക്ഷനാന്തരം കൊടുത്തിട്ട് അവർ ഇത്രയും സീരിയസ് ആയിട്ട് കുഴഞ്ഞു കിടക്കണം, സ്ട്രക്ചറിലിട്ടിട്ട് അതിൽ കിടന്ന് മറിയുകയാണ്. അങ്ങനത്തെ ഒരു പേഷ്യൻറ്റിനെ അവർ നേരെ വാർഡിൽ പോസ്റ്റ് ചെയ്തു. 14ാമത്തെ വാർഡിൽ പോസ്റ്റ് ചെയ്ത് അങ്ങ് വിട്ട്. അവിടെ വന്നിട്ട് ഈ സിസ്റ്റർമാർ ഇതെല്ലാം ചെയ്യേണ്ട അവർ ചെയ്തുകൊള്ളുന്നത്. അവർ ഇതാണ് ചെയ്തത്, ഈ ബ്ലഡ് പരിശോധിക്കാനും അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചുകൊണ്ടിരുന്നത്. രാത്രി 3 മണിക്ക് കൊണ്ടുവന്നതാണ്. വെളുപ്പം 2 മണിക്ക് ശേഷം കണ്ടാണ് പിന്നെ ഇത്രയും പ്രശ്നങ്ങളായതിനു ശേഷം ആദ്യം നോക്കിയിട്ട് പറഞ്ഞ് ECG വേരിയേഷൻ ഇല്ല എന്ന് പറഞ്ഞു. ആദ്യം ഇവിടെ നോക്കിയിട്ട് പറഞ്ഞു. പിന്നെ രണ്ടാമത് നോക്കിയിട്ടാണ് പറഞ്ഞത് ECG വേരിയേഷൻ ഉണ്ട്. വേറെ ഡോക്ടർ വന്ന് നോക്കിയിട്ട് ECG വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതപ്പോഴൊക്കെ അങ്ങ് ഈ വാർഡിലാണ് ഇട്ടേക്കുന്നത്. വാർഡിൽ കൊണ്ട് വെറുതെ അങ്ങോട്ട് ഇത്രയും ഹാർട്ട് പേഷ്യൻ്റ് ആയവർ ഇങ്ങനെ കൊണ്ട് വാർഡിൽ ഇട്ടേക്കുക എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ അവർ അത്രയും ഡിലേ ആക്കിയില്ലായിരുന്നെങ്കിൽ ഇത് നേരത്തെ ICUവിൽ കയറ്റി എന്നായിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. ഇത് അവരുടെ ട്രീറ്റ്മെൻറ്റ് ഡിലേ ആയിപ്പോയി, ഒരുപാട് ഡിലേ. പിന്നെ രാത്രി 12 മണി വരെ ഈ പരിശോധന നടക്കുന്നവരെ പ്രത്യേകിച്ച് ഒരു ചികിത്സയും ലഭിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവർ ഫോൺ വിളിച്ചത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒരു സെക്കൻഡ്, ഒരു ഫോൺ റെക്കോർഡ്. ഇത് എന്തിനെ പറ്റിയുള്ള റെക്കോർഡാണ്? പുള്ളിയെ ഹോസ്പിറ്റൽ ഡോക്ടറെ വിളിച്ചതാണ്. കേട്ടോ, 912 ഡ്രോപ്പായി. ഇപ്പൊ ഇവിടെ വാതിലോട് വരാൻ പേഷ്യന്റ് ഭയങ്കര വലിയാണ്. ഡോക്ടർ അങ്ങ് വരും, നിങ്ങൾ അവിടെ പോയി നില്ലേ? ഹലോ, ഇൻഫോംഡ് ആണ് ഡോക്ടറിന്റെ ഇൻഫോംഡ് ആണ്. വരും ഡോക്ടർ വേറെ പേഷ്യന്റ് നോക്കിക്കൊണ്ടിരിക്കല്ലേ, നിങ്ങൾ സമാധാനപ്പെടുകട്ടാ. നിങ്ങൾ അവിടെ മാത്രമല്ലല്ലോ പേഷ്യന്റ്, വേറെയും ശരിക്കും പേഷ്യന്റ് SIT പലയിടത്തും പേഷ്യന്റ് നോക്കാൻ പോയി. അതായത് ഈ ഇപ്പോൾ നമ്മളൊരു റെക്കോർഡ് കേട്ടിട്ടുണ്ട്. അതായത് ഡോക്ടറോട് നിങ്ങൾ സംസാരിക്കുന്ന റെക്കോർഡാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ള വ്യക്തമാക്കും. അതല്ല, ഞാനല്ല ഉണ്ടായിരുന്നത്. ഇതാണ് റെക്കോർഡ് ചെയ്തതാണ്. അതെന്താ അദ്ദേഹം പറയുന്നത് എനിക്ക് വ്യക്തമായി കേൾക്കാം. ഒരു സെക്കൻഡ്. അതായത് ഡോക്ടറോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ആള് വരും എന്നുള്ളതാണ് അല്ലേ? കാത്തു നിൽക്കാൻ, നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്, കാത്തു നിൽക്കുക എന്ന രീതിയിലാണ് ഡോക്ടർ സംസാരിക്കുന്നത്. ഇതിൽ അങ്ങനെയാണ് തുടർച്ചയായിട്ടുള്ള കുറേയധികം ആരോപണങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്രയധികം കണ്ടാൽ തന്നെ ഒരു ഗുരുതരമായ അവസ്ഥയിലാണ് എന്നുള്ളത് ഈ രോഗിയെ കണ്ടാൽ തോന്നുമായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ കിടന്ന ഒരാൾ, സ്ട്രെച്ചറിൽ നേരെ കിടക്കാൻ പോലും കഴിയാത്ത ഒരാൾ ഏറെ നേരം എന്തിന് വാർഡിൽ ഇട്ടു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ICUവിലൊക്കെ പ്രവേശിപ്പിച്ച് വിദഗ്ധ ചികിത്സ നൽകേണ്ടതാണ്. അപ്പോൾ ഇത്തരം ECG വേരിയേഷൻ ഉണ്ടായിട്ട് തന്നെ ഡോക്ടർ ഒരു രക്തപരിശോധനയ്ക്ക് നിർദ്ദേശിക്കുമ്പോൾ തന്നെ ഇത്രയധികം ഗുരുതരാവസ്ഥയിലുള്ള ഒരു രോഗിയോട് ആ രോഗി വാർഡിലേക്ക് മാറ്റി അല്ലെങ്കിൽ വിദഗ്ധമായ ഒരു ചികിത്സ നൽകാതെ വാർഡിലേക്ക് മാറ്റിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് തുടർച്ചയായി ഡോക്ടർമാർ
മറ്റുള്ളവരും എത്താനുള്ള ആവശ്യം ബന്ധുക്കൾ ഉന്നയിക്കുമ്പോൾ അതിൽ നിങ്ങൾ ബഹളം വെക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഇത് പറയേണ്ട, ഡോക്ടർ വരേണ്ട സമയത്ത് വരും എന്ന രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിച്ചു എന്നുള്ളതടക്കമാണ് ഇപ്പോൾ ബന്ധുക്കൾ ആരോപിക്കുന്നത്. എന്തായാലും ഗുരുതരമായ ആരോപണം തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ വീണ്ടും വരുന്നൊരു ചികിത്സാ പിഴവ് ആരോപണം എന്ന നിലയിൽ തന്നെ ഇതിപ്പോൾ കാണാവുന്നതാണ്. നമ്പ്യാർ. യെസ്, പ്രജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ നേരത്തെയും എങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ചികിത്സാ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് നഴ്സുമാരാണ്. അവർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല ഈ കേസ്. ഈ ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ടോ? ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? അവർ നിവേദനം നൽകിയിട്ടുണ്ടോ? എന്താണ് തുടർ നടപടികൾ? നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് അവർ അങ്ങനെയുള്ള പരാതികളൊന്നും ആർക്കും നൽകിയിട്ടില്ല. കാരണം അതിൽ നൽകുന്നത് അവർ ആലോചിച്ചിട്ട് മാത്രമേ നൽകുന്നുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഈ ഒരു വ്യക്തമായ ആരോപണമുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിക്കുന്നത്. അപ്പോൾ മരണം സംഭവിച്ച മകനടക്കമുള്ളവരാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നവർ. നേരെ ഇങ്ങോട്ട് വന്നു. നമ്മുടെ ഈ മുൻപിലിരിക്കുന്ന ആൾ മകനാണ്. അദ്ദേഹം ആദ്യം നമ്മളോട് സംസാരിക്കാൻ തരുന്നത്. പക്ഷേ അതിൻ്റെ മാനസികാവസ്ഥ പരിഗണിച്ച് നമ്മൾ വീണ്ടും അദ്ദേഹത്തോട് ഒരു പ്രതികരണം ചോദിക്കുന്നില്ല. അദ്ദേഹമാണ് ആദ്യം ഈ വിഷയം നമ്മളെ അറിയിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അപ്പോൾ ഇവരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മാനസികമായി തറന്നിരിക്കുന്ന ഒരു സാഹചര്യമായതിനാൽ പരാതി നൽകുന്നതിനെ പറ്റിയൊന്നും അവർ പ്രാഥമികമായി ആലോചിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ പല രേഖകളും ആശുപത്രിയിൽ തന്നെ വെച്ചിട്ടാണ് അവർ തിരിച്ച് വീട്ടിലേക്ക് വന്നത് പോലും. അപ്പോൾ ഈ ഒരു സാഹചര്യം കഴിഞ്ഞ് ഇവിടുത്തെ ചടങ്ങുകളൊക്കെ അവസാനിച്ച ശേഷം പരാതി നൽകുമെന്നുള്ളതാണ് ബന്ധുക്കൾ നമ്മളോട് ഇപ്പോൾ പറയുന്നത്. വലിയ ആരോപണങ്ങൾ തന്നെ. എങ്ങനെയാണ് ഇപ്പോൾ ഒരു ചികിത്സ ലഭിച്ചാൽ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്ന ഒരു രോഗി കുറച്ചുപേരുടെ അലംഭാവം മൂലം അവരുടെ ജീവൻ തന്നെ നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. ഈ ആരോഗ്യ പ്രവർത്തകരിൽ ഭൂരിഭാഗം ഇങ്ങനെയാണെന്നല്ല നമ്മൾ പറയുന്നത്. പ്രത്യേകിച്ച് ചിലർ വരുത്തുന്ന വീഴ്ചകളാണ്. ആ വീഴ്ചകൾ കൊണ്ട് ജീവനുകൾ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ആ നഴ്സുമാർ കൃത്യസമയത്ത് രക്തപരിശോധന നടത്തുകയും തുടർ ചികിത്സയ്ക്ക് ഈ രോഗി ഒരു വാർഡിലിട്ടേക്കാത്തൊരു തുടർ ചികിത്സ നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ആ അമ്മയുടെ മരണം ഉണ്ടാകുകയില്ലായിരുന്നു. ഇപ്പോൾ ഗിരിജാകുമാരിയുടെ ഈ വീട്ടിൽ ഉണ്ടാകുമായിരുന്നു, അല്ലെങ്കിൽ ആശുപത്രി ജീവനോടെ ഉണ്ടാകുമായിരുന്നു. അവിടെയാണ് നമ്മൾ ഇത്ര വലിയൊരു വീഴ്ച ഉണ്ടാകുന്നതും അതിൽ കുറച്ച് നഴ്സുമാരെ കുടുംബം ആരോപിക്കുന്നത്, കുറ്റാരോപണം നടത്തുന്നത്. നമ്പ്യാർ.